സ്റ്റെഫിൻ ഇപ്പോൾ ഉണ്ട് തിരുവനന്തപുരത്ത്. AK സ്റ്റെഫിൻ ചേരുകയാണ്. സ്റ്റെഫിൻ, ഗുഡ് മോർണിംഗ്. സ്റ്റെഫിൻ ഇപ്പോൾ എവിടെയാണുള്ളത്? ഇന്നലെ രാത്രിയൊക്കെ നിരന്തരമായി പെയ്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളക്കെട്ടിലാണ്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ മുട്ടത്തറയിലാണ് സ്റ്റെഫിൻ ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെ വെള്ളക്കെട്ടുണ്ടോ? മൂത്തി, ഇന്നലെ നമ്മൾ വന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്. ഇന്നലെ പക്ഷേ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ വലിയ തോതിലുള്ള വെള്ളക്കെട്ട് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. ഏതാണ്ട് ഈ വീട്ടിലേക്കൊക്കെ വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഇന്ന് ആ സ്ഥിതിക്ക് ഒരു മാറ്റമുണ്ട്. കാരണം വലിയ തോതിൽ വെള്ളം ഉയർന്നിട്ടില്ല. അത് സർക്കാരിന് ഈ നാട്ടുകാരോട് കനിവില്ല എങ്കിൽ പോലും പ്രകൃതിക്ക് അല്ലെങ്കിൽ ഒരു കനിവുണ്ട് എന്ന് തോന്നുന്നു. കാരണം അത്രയധികം പ്രശ്നങ്ങൾ ഇന്ന് ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ വാഹനങ്ങളൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഈ പ്രദേശത്തുകൂടി പോകുന്നത്. ഈ മുട്ടത്തറയിലെ ഈ പറയുന്ന റോഡിന്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഇതിനെ ഒരു ഓട സംവിധാനം കൃത്യമായി ഇല്ല എന്നുള്ളതാണ്. നമുക്ക് കുറച്ചും കൂടി മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന പ്രദേശത്തെല്ലാം തന്നെ ഇന്നലെ വലിയ തോതിലുള്ള വെള്ളക്കെട്ട് അനുഭവപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് തൊട്ടടുത്തുകൂടിയാണ് ഈ കാരിത്തോട് പോകുന്നത്. ആ കാരിത്തോട്ടിലേക്ക് ഇവിടെ നിന്നുള്ള ഓട സംവിധാനം ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഇവിടുത്തെ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിയും. അത് കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം. ഇന്നലെ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തൊന്നും നമുക്ക് ഇറങ്ങി നിൽക്കാൻ കഴിയില്ലായിരുന്നു. കാരണം വലിയ തോതിൽ ഇവിടെയൊക്കെ തന്നെ വെള്ളം ഉയർന്നിരുന്നു. ഏതാണ്ട് ഈ ഭാഗം വരെയൊക്കെ വെള്ളം ഉയർന്നിരുന്ന ഒരു സ്ഥിതിയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഈ പറയുന്ന സ്ഥലത്തൊക്കെ തന്നെ വെള്ളം കയറി, ഈ വീട്ടിലേക്കൊക്കെ തന്നെ വെള്ളം കയറിയ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്താണ് മഴ ഇന്നലത്തെ അത്ര വെള്ളം ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പൊ വന്ന വെള്ളമാണ്, നല്ല നല്ല വെള്ളമായിരുന്നു. ചെറുതായിട്ട് തൂറ്റി നിൽക്കുന്നുണ്ട്. വെള്ളമാണ് ഇത്തിരി വെള്ളം, വലുതായിട്ടില്ല. ഈ കിണങ്ങിൽ പോവുകയാണെങ്കിൽ ഇന്നലെ തന്നെ അഴിവറാവും. അതാണ് സ്ഥിതി. മഴ ഇനി ഇങ്ങനെ കൂടുതൽ ശക്തമായി നിൽക്കുകയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും. അതാണ് ഇവിടുത്തെ ഒരു സ്ഥിതി. ഈ പ്രദേശത്ത് വെള്ളക്കെട്ട് സ്ഥിരമായി ഉണ്ടാകാറുണ്ട്, ചെറിയ മഴയിൽ പോലും ഉണ്ടാകാറുണ്ട്. അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് മഴക്കാല പൂർവ്വ ശുചീകരണം കൃത്യമായി നടക്കാത്തതാണ്. അതിനുദാഹരണമാണ് ഈ കാണുന്നത്. ഇത് കാരിത്തോടാണ്. ഇവിടെ നിന്നുള്ള വെള്ളം ഒഴുകി എത്തേണ്ടത് ഈ പറയുന്ന തോട്ടിലേക്കാണ്. അവിടെ നമുക്ക് കാണാൻ കഴിയും വലിയ പോളയൊക്കെ വളർന്നു നിൽക്കുന്നു, മരങ്ങളുണ്ട്. ഈ പ്രദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ കാടാണോ തോടാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ ഇവിടെ കാട് വളർന്നു നിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഇതിന്റെ ഒരു നവീകരണത്തിന് വേണ്ടി പലപ്പോഴും പദ്ധതികൾ ആവിഷ്കരിക്കാറുണ്ട്, അല്ലെങ്കിൽ പണം വകയിരുത്താറുണ്ട്. അതൊന്നും കൃത്യമായി ഇത്തരത്തിൽ നവീകരണം നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതാണ് ഈ സ്ഥലത്തെ ഒരു പ്രതിസന്ധിക്ക് കാരണം. ആ സമീപത്തുള്ള വീടുകളിലേക്കൊക്കെ തന്നെ മഴ കൂടുതൽ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ വെള്ളം കയറാനുള്ള ഒരു സ്ഥിതിയുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം, എത്രമാത്രം ദുഷ്കരമായാണ് ആ വാഹനം കടന്നു വരുന്നതെന്ന്. തികച്ചും അപകടകരമായ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്നലത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അത്രത്തോളം വെള്ളക്കെട്ട് ഇല്ല എന്ന് തന്നെ പറയാം.